ദ പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അദ്വിതീയ കുടുംബ ചലനാത്മകതയുടെ ആകർഷകമായ ലോകത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അസാധാരണമായ ജീവിത ക്രമീകരണങ്ങൾ മുതൽ പരമ്പരേതര ജീവിത രീതികൾ വരെ ലോകത്തിലെ ഏറ്റവും അസാധാരണമായ 15 കുടുംബങ്ങളെ ഞങ്ങൾ കണക്കാക്കുന്നു. ഒരു കുടുംബം എങ്ങനെ ആയിരിക്കണമെന്നതിനെക്കുറിച്ചുള്ള പരമ്പരാഗത സങ്കല്പങ്ങളെ വെല്ലുവിളിക്കുന്ന ഈ ശ്രദ്ധേയമായ കഥകൾ കണ്ട് അത്ഭുതപ്പെടാൻ തയ്യാറാകും. അവരുടെ അസാമാന്യമായ കഴിവുകളോ വ്യതിരിക്തമായ ജീവിത രീതികളോ അല്ലെങ്കിൽ അവർ പങ്കിടുന്ന അസാധാരണമായ ബന്ധങ്ങളോ ആകട്ടെ, ഈ കുടുംബങ്ങൾ നിങ്ങളെ വിസ്മയിപ്പിക്കും. കൂടുതൽ ആകർഷകമായ ഉള്ളടക്കത്തിനായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് തുടങ്ങാം. 1. പിക്സി ഫോക്സ് ജസ്റ്റിൻ ജെറ്റ്ലിക്ക. പിക്സി ഫോക്സും ജസ്റ്റിൻ ജെറ്റ്ലിക്കയും അവരുടെ വിപുലമായ ശരീര പരിഷ്കരണങ്ങൾക്കും കാർട്ടൂണുകളിലും പാവകളിലും പ്രചോദനം ഉൾക്കൊണ്ട് അതുല്യമായ ഒരു സൗന്ദര്യാത്മകത കൈവരിക്കുന്നതിനുള്ള പരിശ്രമത്തിനും പേരുകേട്ടവരാണ്. പിക്സി ഫോക്സ് സ്വീഡിഷ് മോഡലാണ്. ആനിമേറ്റ് ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് താൻ ആഗ്രഹിച്ച രൂപം കൈവരിക്കാൻ നിരവധി പ്ലാസ്റ്റിക് സർജറികൾക്ക് വിധേയായിട്ടുണ്ട്. ഒരു ചെറിയ അരക്കെട്ട് ഉപയോഗിച്ച് അതിശയോക്തി കലർന്ന രൂപം കൈവരിക്കാൻ പിക്സി 6 വാരിയലുകൾ നീക്കം ചെയ്തു. കണ്ണുകളുടെ നിറം ശാശ്വതമായി മാറ്റുന്നതിനുള്ള ഒരു പ്രക്രിയയ്ക്ക് വിധേയായി. കൂടാതെ മറ്റ് നിരവധി ശസ്ത്രക്രിയകൾ. ഇവയിൽ സ്തന വളർച്ച, ചുണ്ടുകൾ മെച്ചപ്പെടുത്തൽ, പാവയെ പോലെയുള്ള രൂപസാദൃശ്യമുള്ള വിവിധ മുഖ ശസ്ത്രക്രിയകൾ എന്നിവ ഉൾപ്പെടുന്നു. ഹ്യൂമൻ കെൻടോർ എന്ന് വിളിക്കപ്പെടുന്ന ജസ്റ്റിൻ ജെറ്റ്ലിക്ക തന്റെ ശരീരവും മുഖവും ശില്പം ചെയ്യാൻ വിപുലമായ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനായിട്ടുണ്ട്. തന്റെ പേശികളുടെ രൂപം വർദ്ധിപ്പിക്കുന്നതിനായി നെഞ്ച്, കൈകൾ, തോളുകൾ എന്നിവയുൾപ്പെടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി സിലിക്കൻ ഇംപ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒന്നിലധികം റിനോപ്ലാസ്റ്റികൾ, നെറ്റിയിൽ ലിഫ്റ്റുകൾ, മറ്റ് ഫേഷ്യൽ സർജറികൾ എന്നിവ നടത്തിയിട്ടുണ്ട്. ജസ്റ്റിൻ പലപ്പോഴും സ്വന്തം ഇംപ്ലാന്റുകൾ രൂപകൽപ്പന ചെയ്യുകയും തന്റെ അതുല്യമായ സൗന്ദര്യാത്മകത കൈവരിക്കുന്നതിന് ശസ്ത്രക്രിയാ വിദഗ്ധരുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇരുവർക്കും ഡോളുകൾ ആണ് പ്രചോദനം. അവയുടെ രൂപസാദൃശ്യം അവർ കൈവരിച്ചു. പിക്സി ഫോക്സും ജസ്റ്റിൻ ജെറ്റ്ലിക്കയും അങ്ങേയറ്റം ശരീര പരിഷ്കരണവും പ്ലാസ്റ്റിക് സർജറിയും സ്വീകരിക്കുന്ന ഒരു ഉപസംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇരുവരും കാര്യമായ മാധ്യമ ശ്രദ്ധ നേടുകയും വിവിധ പ്ലാറ്റ്ഫോമുകളിൽ തങ്ങളുടെ യാത്രകൾ പങ്കിടുകയും ചെയ്തു. അവരുടെ ജീവിതശൈലി തിരഞ്ഞെടുപ്പുകൾ പലപ്പോഴും ശരീരത്തിന്റെ പ്രതിച്ഛായ, പ്ലാസ്റ്റിക് സർജറിയുടെ പരിധികൾ, അത്തരം പരിവർത്തനങ്ങൾക്ക് വിധേയമാവുന്നതിന്റെ മനഃശാസ്ത്രപരമായ വശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടു. 2. സിയോണ ചാൻസ് ലാർജർ ഫാമിലി. ഇന്ത്യൻ സംസ്ഥാനമായ മിസോറാമിൽ താമസിക്കുന്ന ഒരു വലിയ കുടുംബത്തിന്റെ തലവനായിരുന്നു സിയോണ ചാന. പലപ്പോഴും സിയോണ എന്ന് വിളിക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കുടുംബങ്ങളിലൊന്നായി അദ്ദേഹം അറിയപ്പെടുന്നു. സിയോണയ്ക്ക് 39 ഭാര്യമാരും 94 കുട്ടികളും 14 മരുമക്കളും 33-ലധികം പേരക്കുട്ടികളും ഉണ്ടായിരുന്നു. ആകെ 180 കുടുംബാംഗങ്ങൾ. മിസോറാമിലെ ബെക്താം ഗ്രാമത്തിൽ 100-ലധികം മുറികളുള്ള ഒരു വലിയ 4 നിലകളുള്ള ഒരു വീട്ടിൽ കുടുംബം ഒരുമിച്ച് താമസിച്ചു. ഈ വീട് പലപ്പോഴും ചുന്ദർ റൺ അല്ലെങ്കിൽ പുതിയ തലമുറയുടെ വീട് എന്ന് വിളിക്കപ്പെടുന്നു. കുടുംബത്തിന്റെ ദൈനംദിന ജീവിതം സൈനിക കൃത്യതയോടെ ക്രമീകരിച്ചു. പാചകം, വൃത്തിയാക്കൽ, അലക്കൽ തുടങ്ങിയ വീട്ടുജോലികൾ ഭാര്യമാർ മാറി മാറി ചെയ്തു. സ്വന്തമായി ഭക്ഷണ വസ്തുക്കൾ കൃഷി ചെയ്യുകയും കന്നുകാലികളെ വളർത്തുകയും ചെയ്തതുകൊണ്ട് കുടുംബം സ്വയം പര്യാപ്തമായിരുന്നു. 1942 സ്ഥാപിതമായ ചാന പാവൽ വിഭാഗം ബഹുഭാരിതത്വത്തെയും സാമുദായിക ജീവിതത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഈ വിഭാഗത്തിന് 100 കണക്കിന് അംഗങ്ങളുണ്ട്. അതിന്റെ അനുയായികൾ സിയോണയുടെ കുടുംബത്തെ ഐക്യത്തിലും കൂട്ടായ ജീവിതത്തിലുമുള്ള അവരുടെ വിശ്വാസങ്ങളുടെ മാതൃകയായി കണക്കാക്കുന്നു. 2021 ജൂൺ 13 സിയോണ അന്തരിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബം അവരുടെ വിഭാഗത്തിന്റെ പാരമ്പര്യങ്ങളും തത്വങ്ങളും അനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. 3. ലേണിംഗ് ഓഫ് ആൻഡ് ആരോ ഡ്രാവൻ. വാമ്പയർ ഫാമിലി, ഗോസ്റ്റ് ഫാമിലി എന്നും അറിയപ്പെടുന്ന കുടുംബം. വാമ്പയർ ഉപസംസ്കാരത്തെ കേന്ദ്രീകരിച്ചുള്ള അവരുടെ തനതായ ജീവിതശൈലിയിലൂടെ അവർ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഫാഷൻ, ആചാരങ്ങൾ, ഗോതി സംസ്കാരത്തോടുള്ള ആഴമായ വിലമതിപ്പ് എന്നിവയുൾപ്പെടെയുള്ള ആധുനിക വാമ്പിരിസവുമായി ബന്ധപ്പെട്ട സൗന്ദര്യശാസ്ത്രവും സമ്പ്രദായങ്ങളും ഈ കുടുംബം സ്വീകരിക്കുന്നു. കുടുംബാംഗങ്ങൾ പലപ്പോഴും വാമ്പയർ പ്രചോദിത വസ്ത്രങ്ങൾ, കൊമ്പുകൾ, മേക്കപ്പ് എന്നിവ ധരിക്കുന്നു. അവരുടെ വീട് ഒരു ഗോതിക് ശൈലിയിൽ അലങ്കരിച്ചിരിക്കുന്നു. അവരുടെ താല്പര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഒരു ആഴത്തിലുള്ള പേടിപ്പെടുത്തുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. എൽ ഫാമിലി എന്ന് വിളിക്കപ്പെടുന്ന ആരോ ഡ്രാവൻ കുടുംബം കുട്ടിച്ചാത്തന്മാരുടെ ഫാന്റസി ലോകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജീവിതം നയിക്കാനുള്ള അവരുടെ സമർപ്പണത്തിന് പേരുകേട്ടതാണ്. സാഹിത്യത്തിലും ജനപ്രിയ മാധ്യമങ്ങളിലും ചിത്രീകരിച്ചിരിക്കുന്നത് പോലെ ഈ കുടുംബം എൽവൻ സംസ്കാരത്തിന്റെ വിവിധ വശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്.
വസ്ത്രങ്ങളും പ്രകൃതിദത്ത വസ്തുക്കളിൽ നിന്നുള്ള ആക്സസറികളും ഉൾപ്പെടെ കുട്ടിച്ചാത്തന്മാരെ അനുസ്മരിപ്പിക്കുന്ന വസ്ത്രങ്ങൾ അവർ ധരിച്ചേക്കാം. എൽവൻ പുരാണങ്ങളോടുള്ള അവരുടെ സ്നേഹം പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതശൈലി സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട് അമ്പെയ്ത്ത്, ഹെർബലിസം, കഥ പറച്ചിൽ തുടങ്ങിയ പ്രവർത്തനങ്ങളും കുടുംബം പരിശീലിക്കുന്നു. അങ്ങനെ ലിയയും ആരോ ഡ്രാവനും അവരുടെ പരമ്പരേതര ജീവിതശൈലിക്കും അതുല്യമായ കുടുംബ ചലനാത്മകതയ്ക്കും പേരുകേട്ടവരാണ്. 4. ഇത് ഒലാസ് ഫാമിലി. തുർക്കിയിൽ നിന്നുള്ള ഒലാസ് കുടുംബം അവരുടെ സവിശേഷമായ നടത്തം കാരണം ശ്രദ്ധ നേടി. അവിടെ ചില അംഗങ്ങൾ നിവർന്നു നിൽക്കാതെ 4 കാലിൽ നടക്കുന്നു. 4 കാലിൽ നടക്കുന്ന കുടുംബം എന്നറിയപ്പെടുന്ന ഒലാസ് കുടുംബത്തിന്റെ ചരിത്രം ആരംഭിച്ചത് ടർക്കിഷ് ന്യൂറോളജിസ്റ്റായ പ്രൊഫസർ യൂനർ ടാൻ നയിച്ച കണ്ടെത്തലും പഠനവുമാണ്. 2000കളുടെ തുടക്കത്തിൽ ടാൻ തുർക്കിയിലെ ഒരു ഗ്രാമീണ ഗ്രാമത്തിൽ 5 സഹോദരങ്ങളെ കണ്ടുമുട്ടി. നിവർന്നു നടക്കുന്ന സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി ഈ സഹോദരങ്ങൾ കൈകാലുകളുടെ സംയോജനം ഉപയോഗിച്ച് 4 കാലിൽ ചലിച്ചു. മൃഗങ്ങളുടേതിന് സമാനമായ നടത്തം. ഈ കണ്ടുപിടുത്തം കാര്യമായ ശാസ്ത്രീയ താൽപര്യത്തിനും വിവാദത്തിനും കാരണമായി. തുടക്കത്തിൽ ഈ അവസ്ഥ പരിണാമപരമായ പ്രത്യാഘാതങ്ങളെ സൂചിപ്പിക്കുന്നു. മനുഷ്യചലനത്തിന്റെ കൂടുതൽ പ്രാകൃതമായ രൂപത്തിലേക്കുള്ള ഒരു മാറ്റത്തെ പ്രതിനിധീകരിക്കുമെന്ന് ടാൻ അനുമാനിച്ചു. എന്നിരുന്നാലും കൂടുതൽ പഠനങ്ങളും ജനിതക വിശകലനവും കൂടുതൽ സങ്കീർണമായ ചിത്രം വെളിപ്പെടുത്തി. ഒലാസ് സഹോദരങ്ങൾക്ക് പലതരം വൈജ്ഞാനിക വൈകല്യങ്ങളും നാഡീസംബന്ധമായ അസാധാരണത്വങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തി. അവരുടെ അവസ്ഥ ജനിതക പരിവർത്തനങ്ങളുടെയും വികാസ ഘടകങ്ങളുടെയും സംയോജനമാകാം എന്ന് സൂചിപ്പിക്കുന്നു. ഈ സിൻഡ്രോമിനെ ശാസ്ത്ര സാഹിത്യത്തിൽ യുനർ ടാൻ സിൻഡ്രോം അല്ലെങ്കിൽ യൂണർ ടാൻ സിൻഡ്രോം പോലുള്ള ഫിനോടൈപ്പ് എന്ന് വിളിക്കപ്പെടുന്നു. ഒലാസ് കുടുംബത്തെക്കുറിച്ചുള്ള പഠനം ന്യൂറോബയോളജി, മോട്ടോർ നിയന്ത്രണം, മനുഷ്യ പരിണാമം എന്നിവയിൽ വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകി. 5. ദ മോഡിഫൈഡ് കപ്പിൾ. മോഡിഫൈഡ് കപ്പിൾ എന്നത് അർജന്റീനയിൽ നിന്നുള്ള വിവാഹിതരായ ഗബ്രിയേലയെയും വിക്ടർ പെരാൾട്ടയെയും സൂചിപ്പിക്കുന്നു. അവർ വിപുലമായ ശരീര പരിഷ്കാരങ്ങൾക്ക് പേരുകേട്ടവരാണ്. വിവാഹിതരായ ദമ്പതികളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്തിയതിന്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അവർ സ്വന്തമാക്കി. അർജന്റീനയിലെ ബ്യൂണസ് ഐറീസിൽ നിന്നുള്ള ദമ്പതികളാണ് ഗബ്രിയേലയും വിക്ടർ പെരാൾട്ടയും. അവർ നിരവധി പതിറ്റാണ്ടുകളായി ഒരുമിച്ചാണ്. അവർ ശരീരകലകളോടും പരിഷ്കാരങ്ങളോടുമുള്ള അഭിനിവേശം പങ്കിടുന്നു. ടാറ്റുകൾ, ഡെർമൽ ഇംപ്ലാന്റുകൾ, മറ്റു തരത്തിലുള്ള ബോഡി ആർട്ട് എന്നിവ ഉൾപ്പെടെ 100 കണക്കിന് പരിഷ്കാരങ്ങൾ അവർക്കുണ്ട്. വിക്ടറിന്റെ ശരീരത്തിന്റെ 90% ടാറ്റുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഗബ്രിയേലയ്ക്ക് ടാറ്റുകളുടെയും റിങ്ങുകളുടെയും വിപുലമായ ശേഖരമുണ്ട്. 2014 വിവാഹിതരായ ദമ്പതികളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്തിയതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അവരെ ഔദ്യോഗികമായി അംഗീകരിച്ചു. അക്കാലത്ത് മൊത്തം 77ലധികം പരിഷ്കാരങ്ങൾ, മാറ്റങ്ങൾ അവർ അവരുടെ ശരീരകലയിൽ ചേർക്കുന്നത് തുടർന്നതിനാൽ ഈ എണ്ണം വർദ്ധിച്ചു. 6. ദ മാൻസൺ ഫാമിലി. 1960കളുടെ അവസാനത്തിൽ ചാൾസ് മാൻസൺ നയിച്ച ഒരു കുപ്രസിദ്ധ കമ്മ്യൂണും ആരാധനാലയവുമായിരുന്നു മാൻസൺ കുടുംബം. ക്രൂരമായ കൊലപാതകങ്ങളുടെ പരമ്പരയിലെ പങ്കാളിത്തത്താൽ ഈ സംഘം കുപ്രസിദ്ധമായി തീർന്നു. പ്രത്യേകിച്ച് 1969ലെ ഡേറ്റ് ലാബിയങ്ക കൊലപാതകങ്ങൾ. ചാൾസ് മാൻസൺ 1960കളുടെ അവസാനത്തിൽ കാലിഫോർണിയയിൽ ഗ്രൂപ്പ് രൂപീകരിച്ചു. അദ്ദേഹം ഒരു കൂട്ടം യുവ അനുയായികളെ ആകർഷിച്ചു, കൂടുതലും സ്ത്രീകൾ. ബീറ്റിൽസിന്റെ വൈറ്റ് ആൽബം എന്നതിന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട അപ്പോകലിപ്റ്റിക് ദർശനങ്ങൾ ഉൾപ്പെടെ വിവിധ വിശ്വാസങ്ങൾ മാൻസൺ സ്വീകരിച്ചു. ആസന്നമായ ഒരു വംശീയ യുദ്ധത്തിൽ അദ്ദേഹം വിശ്വസിച്ചു. അതിനെ അദ്ദേഹം ഹെൽറ്റർ സ്കെൽറ്റർ എന്ന് വിളിച്ചു. 1969 ഓഗസ്റ്റ് 8-9 രാത്രികളിലാണ് മാൻസൺ കുടുംബത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ കുറ്റകൃത്യങ്ങൾ നടന്നത്. അവർ 8 മാസം ഗർഭിണിയായ നടി ഷാരോൺ ടേറ്റിനെയും മറ്റ് 4 പേരെയും ടേറ്റിന്റെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തി. പിറ്റേന്ന് രാത്രി സംഘം ലെനോയെയും റോസ്മേരി ലാബിയങ്കയെയും കൊലപ്പെടുത്തി. ഈ കൊലപാതകങ്ങൾ മാൻസൺ പ്രവചിച്ച വംശീയ യുദ്ധം ഉണർത്താൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. കാരിസ്മാറ്റിക് നേതൃത്വം, കൃത്രിമത്വം, മനഃശാസ്ത്രപരമായ നിയന്ത്രണം എന്നിവയുടെ സംയോജനത്തിലൂടെ മാൻസൺ തന്റെ അനുയായികളുടെ മേൽ ശക്തമായ സ്വാധീനം ചെലുത്തി. ഗ്രൂപ്പിന്റെ മേൽ നിയന്ത്രണം നിലനിർത്താനും തന്റെ അപ്പോകലിപ്റ്റിക് പഠിപ്പിക്കലുകൾ ശക്തിപ്പെടുത്താനും അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിച്ചു, പ്രത്യേകിച്ച് LSD. മാൻസണും അദ്ദേഹത്തിന്റെ നിരവധി അനുയായികളും അറസ്റ്റിലാവുകയും കൊലപാതകങ്ങൾക്കായി വിചാരണ ചെയ്യുകയും ചെയ്തു. വിചാരണ വളരെ പ്രസിദ്ധമായിരുന്നു. മാൻസന്റെ വിചിത്രമായ പെരുമാറ്റവും അനുയായികളുടെ വിശ്വസ്തതയും മാധ്യമ ശ്രദ്ധ ആകർഷിച്ചു. 1971 മാൻസണും അദ്ദേഹത്തിന്റെ നിരവധി അനുയായികളും കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു. മാൻസൺ കുടുംബത്തിന്റെ കുറ്റകൃത്യങ്ങൾ രാജ്യത്തെ ഞെട്ടിക്കുകയും 1960കളിലെ പ്രതിസംസ്കാര യുഗത്തിന്റെ അന്ത്യം കുറിക്കുകയും ചെയ്തു. ചാൾസ് മാൻസൺ 2017 മരിക്കുന്നതുവരെ തിന്മയുടെ പ്രതീകമായി തുടർന്നു. കൊലപാതകങ്ങളും തുടർന്നുള്ള വിചാരണയും
അമേരിക്കൻ സമൂഹത്തിൽ മായാത്ത മുദ്ര പതിപ്പിക്കുകയും പഠനത്തിന്റെയും ആകർഷണീയതയുടെയും വിഷയമായി തുടരുകയും ചെയ്തു. 7. അബി ആൻഡ് ബ്രിട്ടാനി ഹെൻസൽ. 1990 മാർച്ച് 7 US-ലെ മിനസോട്ടയിൽ ജനിച്ച അബിയും ബ്രിട്ടാനി ഹെൻസലും ചേർന്നുള്ള ഇരട്ടകളാണ്. അവർ ഡൈസെഫാലിക് പാരാപാഗസ് ഇരട്ടകളാണ്. അതായത് അവർക്ക് 2 തലകളുണ്ട്, ഒരു ശരീരം പങ്കിടുന്നു. ഓരോ ഇരട്ടകളും അവരുടെ ശരീരത്തിന്റെ ഒരു വശം നിയന്ത്രിക്കുന്നു. ദൈനംദിന ജോലികൾ ചെയ്യുന്നതിനായി അവരുടെ ചലനങ്ങളെ തടസ്സമില്ലാതെ ഏകോപിപ്പിക്കാൻ അവർ പഠിച്ചു. അവരുടെ സവിശേഷമായ അവസ്ഥ ഉണ്ടായിരുന്നിട്ടും അവർ ബഥേൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദ്യാഭ്യാസത്തിൽ ബിരുദം നേടുകയും അധ്യാപകരായി ജോലി ചെയ്യുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള സാധാരണ ജീവിതമാണ് പിന്തുടരുന്നത്. 2012 സംപ്രേഷണം ചെയ്ത ഒരു റിയാലിറ്റി TV ഷോ ഉൾപ്പെടെ അവരുടെ ദൈനംദിന ജീവിതത്തെയും വെല്ലുവിളികളെയും കുറിച്ച് കാഴ്ചക്കാർക്ക് ഉൾക്കാഴ്ച നൽകുന്നതുൾപ്പെടെ എബിയും ബ്രിട്ടാനിയും പൊതു ആകർഷണത്തിന്റെ മാധ്യമ കവറേജിന്റെയും വിഷയങ്ങളായി മാറി. സ്വകാര്യതയ്ക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ആഗ്രഹം അവർ സ്ഥിരമായി പ്രകടിപ്പിച്ചു. അവരുടെ അവസ്ഥയുടെ സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യുമ്പോൾ അവരുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ ലക്ഷ്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അങ്ങനെ അവരുടെ ജീവിതം ഒരു പ്രചോദനമായി നമ്മുടെ മുന്നിൽ വ്യക്തമാണ്. 8. കുൽക്കർണീസ് ഫാമിലി. ഇന്ത്യയിൽ നിന്നുള്ള കുൽക്കർണി കുടുംബം രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള കുടുംബം എന്ന നിലയിൽ ശ്രദ്ധേയമാണ്. അച്ഛൻ സഞ്ജയ കുൽക്കർണി, അമ്മ ആരതി കുൽക്കർണി, അവരുടെ 2 കുട്ടികൾ എന്നിവരടങ്ങുന്നതാണ് കുടുംബം. എല്ലാ കുടുംബാംഗങ്ങളും ശ്രദ്ധേയമായ ഉയരങ്ങളുള്ളവരാണ്. സഞ്ജയയ്ക്ക് 7 അടി 4 ഇഞ്ച് ഉയരവും ആരതിക്ക് 6 അടി 3 ഇഞ്ച് ഉയരവുമുണ്ട്. അവരുടെ കുട്ടികൾക്കും ഉയരം പാരമ്പര്യമായി ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ശരാശരി ഉയരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മുഴുവൻ കുടുംബത്തെയും അസാധാരണമായി ഉയരമുള്ളവരാക്കി. ഈ സവിശേഷ സ്വഭാവം കുൽക്കർണി കുടുംബത്തിന് ഗണ്യമായ ശ്രദ്ധയും പ്രശസ്തിയും നേടിക്കൊടുത്തു. ഇത് വിവിധ മാധ്യമങ്ങളിൽ ഫീച്ചറുകളിലേക്ക് നയിച്ചു. അവരുടെ അസാധാരണമായ ഉയരം വെല്ലുവിളികളും നേട്ടങ്ങളും ഉയർത്തുന്നു. അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ വിവിധ വശങ്ങളെ അത് സ്വാധീനിക്കുന്നു. കുൽക്കർണികളുടെ കഥ ജനിതക വൈവിധ്യവും മനുഷ്യ ശരീര ശാസ്ത്രത്തിലെ ശ്രദ്ധേയമായ വ്യതിയാനങ്ങളും എടുത്തു കാണിക്കുന്നു. അവരെ ലോകത്തിലെ ഏറ്റവും അസാധാരണമായ കുടുംബങ്ങളിൽ ഒന്നാക്കി മാറ്റുകയും ചെയ്യുന്നു. 9. റാപ്പുൻസെൽ ഫാമിലി. യക്ഷിക്കഥ കഥാപാത്രമായ റാപ്പുൻസെലിനെ അനുസ്മരിപ്പിക്കുന്ന അസാധാരണമായ നീളമുള്ള മുടിക്ക് റാപ്പുൻസെൽ കുടുംബം പ്രശസ്തമാണ്. ഫിലിപ്പീൻസിൽ നിന്നുള്ള കാപ്പില കുടുംബം ലോകത്തിലെ ഏറ്റവും നീളമുള്ള മുടിയുള്ളവരായി അറിയപ്പെടുന്നു. മുടി നീളം കൂട്ടിയതിന്റെ പേരിൽ ഈ കുടുംബം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി. നീളമുള്ള മുടി ഒരു സാംസ്കാരികമോ വ്യക്തിപരമോ ആയ പ്രസ്താവനയായി സ്വീകരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതിനും പരമ്പരാഗത സൗന്ദര്യ നിലവാരങ്ങളെ വെല്ലുവിളിക്കുന്നതിനുമായി സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും അവരുടെ യാത്രകൾ പങ്കിടുന്നു. ലോകമെമ്പാടുമുള്ള നിരവധി സഹോദരിമാർ പലപ്പോഴും യക്ഷിക്കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവരുടെ മുടി അസാധാരണമായി നീളത്തിൽ വളർത്താനും കുടുംബ പാരമ്പര്യമായി നിലനിർത്താനും തിരഞ്ഞെടുക്കുന്നു. ഈ കുടുംബങ്ങൾ പലപ്പോഴും മുടി സംരക്ഷണത്തിനായി ഗണ്യമായ സമയം ചെലവഴിക്കുകയും പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും മുടി ആരോഗ്യകരവും ശക്തവുമാക്കാൻ കഠിനമായ ചികിത്സകൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. നീളമുള്ള മുടി പരിപാലിക്കാനുള്ള അവരുടെ സമർപ്പണം അവരെ വേറിട്ട് നിർത്തുന്നു. മാത്രമല്ല പലപ്പോഴും സാംസ്കാരിക പാരമ്പര്യങ്ങൾ, വ്യക്തിത്വം, ചിലപ്പോൾ ലോക റെക്കോർഡുകൾ എന്നിവയുമായി അവരെ ബന്ധിപ്പിക്കുന്നു. 10. ദ ടാങ്ക്സ്. ബൈറോൺ ഷ്ലെങ്കറും അദ്ദേഹത്തിന്റെ കൗമാരക്കാരിയായ മകൾ എമിലി ഷ്ലെങ്കറും അസാധാരണമാം വിധം വീതിയേറിയ നാക്കുള്ളതിന്റെ അംഗീകാരം നേടി. അവരുടെ നാവിന്റെ വീതിയിൽ റെക്കോർഡുകൾ സ്ഥാപിച്ചു. ന്യൂയോർക്കിലെ സിറാക്കുസിൽ നിന്നുള്ള ബൈറോൺ ഷ്ലെങ്കർ ഏറ്റവും വീതിയേറിയ നാവിനുള്ള പുരുഷന്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി. അദ്ദേഹത്തിന്റെ നാവ് 8.6 സെന്റിമീറ്റർ, അതായത് 3.39 ഇഞ്ച് അളവ് വരുന്നു. ബൈറോണിന്റെ മകളായ എമിലി ഷ്ലെങ്കർ ഏറ്റവും വീതിയേറിയ നാവിനുള്ള സ്ത്രീ ഗിന്നസ് വേൾഡ് റെക്കോർഡും സ്വന്തമാക്കി. അവളുടെ നാവിന് 7.3 സെന്റിമീറ്റർ, അതായത് 2.87 ഇഞ്ച് വീതിയുണ്ട്. സ്ലെങ്കേഴ്സിന്റെ അസാധാരണമായ ഫീച്ചർ മാധ്യമ ശ്രദ്ധ നേടുകയും വിവിധ ടെലിവിഷൻ ഷോകളിലും ലേഖനങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. അവരുടെ റെക്കോർഡുകൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഔദ്യോഗികമായി അംഗീകരിച്ചു. അവരുടെ നാവിന്റെ അളവുകൾ മെഡിക്കൽ പ്രൊഫഷണലുകൾ പരിശോധിച്ചു. 11. ദ റാഡ്ഫോർഡ്സ്. മാതാപിതാക്കളായ നോയലിന്റെയും സ്യൂറാഡ് ഫോർഡിന്റെയും നേതൃത്വത്തിലുള്ള ബ്രിട്ടനിലെ ഏറ്റവും വലിയ കുടുംബമായി റാഡ്ഫോർഡുകൾ അറിയപ്പെടുന്നു. അസാധാരണമാം വിധം വലിയ കുടുംബ വലിപ്പവും ടെലിവിഷനിലും സോഷ്യൽ മീഡിയയിലും അവർ പ്രത്യക്ഷപ്പെടുന്നതിനാൽ അവർ പൊതുജന ശ്രദ്ധയും മാധ്യമ കവറേജും നേടിയിട്ടുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം അവർക്ക് 22 കുട്ടികളുണ്ട്. UK-യിലെ ലങ്കാഷെയറിലെ മൊറേ കാമ്പിലാണ് കുടുംബം താമസിക്കുന്നത്. റാഡ്ഫോർഡ്സ് ഒരു വിജയകരമായ ഫാമിലി ബേക്കറി ബിസിനസ് നടത്തുന്നു. അത് അവരുടെ വലിയ കുടുംബത്തെ സഹായിക്കുന്നു.
നിരവധി TV ഡോക്യുമെന്ററികൾ അവർ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 16 കിഡ്സ് ആൻഡ് കൗണ്ടിങ്. അത് പിന്നീട് അവരുടെ കുടുംബം വളർന്നപ്പോൾ പുതുക്കിയ പരമ്പരകളായി പരിണമിച്ചു. അവർ ഒരു യൂട്യൂബ് ചാനലും മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പരിപാലിക്കുന്നു. അവിടെ അവർ അവരുടെ ദൈനംദിന ജീവിതത്തെയും കുടുംബ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ പങ്കിടുന്നു. റാഡ്ഫോർഡ്സിന്റെ കഥ അവരുടെ സമർപ്പണത്തിന്റെയും സംഘടനാ വൈദഗ്ധ്യത്തിന്റെയും വളരെ വലിയ കുടുംബത്തിന്റെ അതുല്യമായ ചലനാത്മകതയുടെയും തെളിവാണ്. 12. ലിൻഡ ടിമ്മി ബാനോൺ. ബാനണുകൾ അസാധാരണമായ ഒരു കുടുംബമാണ്, പ്രത്യേകിച്ച് അവരുടെ ശാരീരിക അവസ്ഥ കാരണം. ലിൻഡ ബാനനും അവളുടെ മകൾ ടിമ്മിക്കും ഹോൾട്ട് ഒറാം സിൻഡ്രോം ഉണ്ട്. ഇത് അപൂർവ ജനിതക വൈകല്യമാണ്. ഇത് കൈകളുടെയും അസ്ഥികൂട വൈകല്യങ്ങളുടെയും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുടെയുമാണ്. ഈ അവസ്ഥ ലിൻഡയ്ക്കും ടിമ്മിക്കും കൈകളില്ലാതെ ജനിക്കാൻ കാരണമായി. ശാരീരിക വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും ലിൻഡയും ടിമ്മിയും പ്രചോദനാത്മകമായ ജീവിതം നയിച്ചു. ഉദാഹരണത്തിന് ലിൻഡ തന്റെ കാലുകളും വായും ഉപയോഗിച്ച് ദൈനംദിന ജോലികൾ ചെയ്യാൻ പഠിക്കുകയും വൈകല്യമുള്ളവരുടെ അഭിഭാഷകയായി മാറുകയും ചെയ്തു. അവൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കറായി പ്രവർത്തിക്കുന്നു. അവരുടെ പ്രതിബന്ധങ്ങളെ മറികടക്കാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതിനായി അവരുടെ കഥ പങ്കിടുന്നു. ടിമ്മി അമ്മയുടെ ഉറച്ച കാൽപ്പാടുകൾ പിന്തുടരുന്നു, സജീവമാണ്, സ്പോർട്സ് ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു. ബാനൻസിന്റെ കഥ അവരുടെ ദൃഢനിശ്ചയം, പൊരുത്തപ്പെടൽ, അവർ പങ്കിടുന്ന ശക്തമായ ബന്ധം എന്നിവ എടുത്തു കാണിക്കുന്നു. അവരെ ലോകത്തിലെ ഏറ്റവും അസാധാരണവും പ്രചോദനാത്മകവുമായ കുടുംബങ്ങളിൽ ഒന്നാക്കി മാറ്റുകയും ചെയ്യുന്നു. 13. ദ ബങ്കർ ട്വിൻസ്. 1811 സിയാമിൽ, അതായത് ഇപ്പോഴത്തെ തായ്ലൻഡിൽ ജനിച്ച ചാങ് എങ്, ബങ്കർ എന്ന് പേരുകേട്ട ഇരട്ടകളായിരുന്നു. അവർ ഒരു ചെറിയ തരുണാസ്ഥി ഉപയോഗിച്ച് സ്റ്റെർണമിൽ ചേരുകയും കരൾ സംയോജിപ്പിക്കുകയും ചെയ്തു. അത് അവരെ യഥാർത്ഥ സയാമീസ് ഇരട്ടകളാക്കി മാറ്റി. 1811 മെയ് 11 ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമത്തിലാണ് ചാങ്ങും എങ്ങും ജനിച്ചത്. 1829 ഒരു ബ്രിട്ടീഷ് വ്യാപാരി അവരെ കണ്ടെത്തി പ്രദർശനത്തിനായി അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. ഇരട്ടകൾ US-ലും യൂറോപ്പിലും വിപുലമായ പര്യടനം നടത്തി. അവരുടെ സവിശേഷമായ അവസ്ഥ കാരണം വലിയ ജനക്കൂട്ടത്തെ ആകർഷിച്ചു. നിരവധി വർഷത്തെ പര്യടനത്തിന് ശേഷം ബങ്കർ ഇരട്ടകൾ നോർത്ത് കരോലിനിയയിൽ സ്ഥിരതാമസമാക്കി. അവിടെ അവർ സ്വാഭാവിക അമേരിക്കൻ പൗരന്മാരായി. അവർ ബങ്കർ എന്ന കുടുംബ പേര് സ്വീകരിച്ച് ഭൂമി വാങ്ങി. ഒടുവിൽ വിജയകരമായ കർഷകരായി. 1843 ചാങ്ങും എങ്ങും അഡ്ലെയ്ഡും സാറ യേറ്റ്സും എന്ന 2 സഹോദരിമാരെ വിവാഹം കഴിച്ചു. അവർക്കിടയിൽ ഇരട്ടകൾക്ക് 21 കുട്ടികൾ ജനിച്ചു. അവർ പ്രായമാകുമ്പോൾ വർദ്ധിച്ചു വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു. 1874 ചാങ് ബ്രോങ്കറ്റൈസ് ബാധിച്ച് അത് അദ്ദേഹത്തെ ഗണ്യമായി തളർത്തുകയും അതേ തുടർന്ന് 1874 ജനുവരി 17 ചാങ് ഉറക്കത്തിൽ മരിച്ചു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം എങ്ങും മരിച്ചു. ബങ്കർ ഇരട്ടകൾ അവർ ശാശ്വതമായ ഒരു പാരമ്പര്യം അവശേഷിപ്പിച്ചു. നിരവധി പിൻഗാമികൾ ഇന്നും യുണൈറ്റഡ് സ്റ്റേറ്റിൽ താമസിക്കുന്നു. ബങ്കർ ഇരട്ടകളുടെ കഥ ചരിത്രത്തിലെ ഏറ്റവും കൗതുകകരമായ സംയോജിത ഇരട്ടകളുടെ കഥയായി തുടരുകയാണ്. അവരുടെ അസാധാരണമായ ജീവിതത്തിന്റെ വെല്ലുവിളികളും വിജയങ്ങളും ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. 14. കേറ്റ് കാറ്റ്കാർട്ട്. കേറ്റ് കാറ്റ്കാർട്ടും ഡാരൻ ഡൊനാഗയും അവരുടെ പാരമ്പര്യേതര കുടുംബ ചലനാത്മകതയ്ക്ക് പേരുകേട്ടവരാണ്. ഇത് പ്രാഥമികമായി അവരുടെ ശാരീരിക രൂപവ്യത്യാസങ്ങൾ കാരണം പൊതുജന ശ്രദ്ധ നേടി. ശരാശരി ലുക്ക് എന്ന് സ്വയം കരുതുന്ന ഡാരനും കാഴ്ചയിൽ മോഡൽ പോലെ എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന കേറ്റും അവരുടെ രൂപത്തിലെ തീവ്രമായ വൈരുദ്ധ്യം കാരണം ഗണ്യമായ പൊതുജന പരിശോധനയും മാധ്യമ ശ്രദ്ധയും നേരിട്ടു. അവരുടെ ബന്ധം ശാരീരിക രൂപത്തെ അടിസ്ഥാനമാക്കിയുള്ള പൊരുത്തത്തെക്കുറിച്ചുള്ള പരമ്പരാഗത സങ്കല്പങ്ങളെ വെല്ലുവിളിക്കുന്നു. സ്നേഹവും ബന്ധവും കേവലം കാഴ്ചയ്ക്ക് അതീതമാണെന്ന് എടുത്തു കാണിക്കുന്നു. UK-യിലെ ഏറ്റവും പൊരുത്തമില്ലാത്ത ദമ്പതികളെ കണ്ടെത്താൻ 2014 മെട്രോ റേഡിയോ നടത്തിയ ഒരു മത്സരത്തിൽ അവർ പ്രവേശിച്ച് വിജയിച്ചപ്പോൾ അവരുടെ കഥയ്ക്ക് പ്രത്യേക പ്രാധാന്യം ലഭിച്ചു. ഈ മത്സരവും തുടർന്നുള്ള മാധ്യമ കവറേജും അവരെ ശ്രദ്ധയിൽപ്പെടുത്തി. അവരുടെ ബന്ധം സമൂഹത്തിന്റെ പ്രതീക്ഷകളെ ധിക്കരിക്കുന്നതിന്റെ ഉദാഹരണമായി പ്രദർശിപ്പിച്ചു. യഥാർത്ഥ ബന്ധങ്ങൾ കേവലം ശാരീരിക രൂപത്തിനപ്പുറം എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നതിന്റെ പ്രചോദനാത്മക ഉദാഹരണമായി അവരുടെ കഥ പ്രവർത്തിക്കുകയാണ്. 15. ദ ബ്രെറ്റ് ഫാമിലി. യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നുള്ള ബ്രെറ്റ് കുടുംബം തുടർച്ചയായി 10 ആൺമക്കളുള്ളതിനാൽ പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ്. മാതാപിതാക്കളായ അലക്സിസും ഡേവിഡ് ബ്രെറ്റും അസാധാരണവും സ്ഥിതിവിവര കണക്കിൽ അപൂർവവുമായ ഈ കുടുംബഘടന കാരണം വ്യാപകമായ ശ്രദ്ധ നേടി. തുടർച്ചയായി 10 ആൺകുട്ടികൾക്ക് ജന്മം നൽകിയ ബ്രിട്ടനിലെ ആദ്യ അമ്മ എന്ന നിലയിൽ അലക്സിസ് ബ്രെറ്റ് വാർത്തകളിൽ ഇടം നേടി. ശൈശവം മുതൽ കൗമാരപ്രായം വരെയുള്ള അവരുടെ പുത്രന്മാർക്ക് ചലനാത്മകതയും തിരക്കുള്ളതുമായ ഒരു കുടുംബമുണ്ട്. ഒരു വലിയ കുടുംബത്തെ വളർത്തിക്കൊണ്ടുവരുന്ന വെല്ലുവിളികൾക്കിടയിലും അലക്സിസും ഡേവിസും അവരുടെ കുടുംബത്തെ ചിട്ടയായ ഒരു ദിനചര്യയിലൂടെ കൈകാര്യം ചെയ്യുന്നു. കുടുംബം അവരുടെ അനുഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ പങ്കിട്ടു.
ഒരേ ലിംഗത്തിൽപ്പെട്ട 10 കുട്ടികൾ തുടർച്ചയായി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായതിനാൽ ബ്രെറ്റ് കുടുംബത്തിന് സാഹചര്യം സ്വാഭാവിക ജനിതക സാധ്യതയുടെ ആകർഷകമായ ഉദാഹരണമാണ്. അവരുടെ വലിയതും യോജിപ്പുള്ളതുമായ കുടുംബജീവിതത്തിന്റെ സന്തോഷങ്ങളും അതുല്യമായ വശങ്ങളും എടുത്തു കാണിച്ചുകൊണ്ട് അവരുടെ കഥ പൊതു താല്പര്യം ആകർഷിച്ചു. 2019 ബ്രൈറ്റ് കുടുംബം 11ാമത്തെ കുഞ്ഞിനെ സ്വാഗതം ചെയ്തു. അവരുടെ ആശ്ചര്യത്തിനും സന്തോഷത്തിനും അത് കാമറൂൺ എന്ന പെൺകുട്ടിയായിരുന്നു. കാമറൂണിന്റെ വരവ് കുടുംബത്തിന് ഒരു പുതിയ ചലനാത്മകത നൽകി. അവരുടെ സഹോദരന്മാർക്ക് ഒരു സഹോദരി ഉണ്ടായതിൽ ആവേശഭരിതരായി. കുടുംബത്തിന്റെ ചലനാത്മകതയുടെയും ജനിതക ശാസ്ത്രത്തിന്റെയും ആകർഷകമായ ഉദാഹരണമാണ് ബ്രൈറ്റ് കുടുംബത്തിന്റെ കഥ. തുടർച്ചയായി 10 ആൺകുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് അവരുടെ കുടുംബഘടനയെ അപൂർവവും രസകരവുമാക്കുന്നു. ലോകത്തിലെ ഏറ്റവും അസാധാരണമായ 15 കുടുംബങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര അവസാനിപ്പിക്കുകയാണ്. അവിശ്വസനീയവും പ്രചോദനാത്മകവുമായ ഈ കഥകളെക്കുറിച്ച് പഠിക്കുന്നത് നിങ്ങൾ ആസ്വദിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് കൗതുകകരമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരുമായി പങ്കിടാനും മറക്കരുത്. വീഡിയോ അവസാനിക്കുന്നു. കണ്ടതിന് നന്ദി.